പ്രിയ കുട്ടികളെ, നമ്മളിനി അടുത്ത ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സ്. STATISTICS സ്റ്റാറ്റിസ്റ്റിക്സ് പറയും പോലെ തന്നെയാണ് എൻ്റെ സ്പെല്ലിങ്. കണക്ക് പഠിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്പെല്ലിങ് അറിയില്ല എന്ന് പറയരുത്. സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനകത്ത് നമുക്ക് അരിത്മെറ്റിക് മീൻ പഠിക്കാനുണ്ട്, മീഡിയൻ പഠിക്കാനുണ്ട്. അരിത്മെറ്റിക് മീൻ AM, അതിൻ്റെ സിമ്പൽ S ബാർ ആണ്. അരിത്മെറ്റിക് മീൻ ചുരുക്കി AM എന്ന് എഴുതും, അതിൻ്റെ സിമ്പൽ S ബാർ ആണ്. മീഡിയൻ സിമ്പൽ ക്യാപിറ്റൽ M ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ റേഞ്ച് പഠിക്കാനുണ്ട്, MD അബൌട്ട് X ബാർ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, അതാണ് MD അബൌട്ട് X ബാർ. MD എന്ന് പറഞ്ഞാൽ മെയിൻ ഡീവിയേഷൻ ഫ്രം മീനാണ് എബൌട്ട് X ബാർ. മീനാണല്ലോ അരിത്മെറ്റിക് മീൻ, അത് X ബാർ ആണല്ലോ. പിന്നെ MD അബൌട്ട് മീഡിയൻ പഠിക്കാനുണ്ട്, മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, അതാണ് മീൻ ഡീവിയേഷൻ. MD അബൌട്ട് മീൻ, M ആണല്ലോ മീഡിയൻ. മീനല്ല, മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, അതാണ് MD അബൌട്ട് M ആണല്ലോ മീഡിയൻ. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD പഠിക്കാനുണ്ട്, സിഗ്മ എന്നാണ് അതിൻ്റെ സിമ്പൽ. പിന്നെ വേരിയൻസ് സിഗ്മ സ്ക്വയർ പഠിക്കാനുണ്ട്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. പിന്നെ CV കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV പഠിക്കാനുണ്ട്. പിന്നെ വേരിയബിലിറ്റി ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് 2 സീരീസ് കമ്പയർ ചെയ്യാനുണ്ട്. ഈ CV വെച്ച് രണ്ട് സീരീസിൻ്റെ വേരിയബിലിറ്റി ഓഫ് ഡിസ്പേഴ്സൺ, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, അതിൻ്റെ കമ്പാരിസൺ ഉണ്ട് CV ഉപയോഗിച്ച്. ഇത്രയും കാര്യങ്ങൾ 13 കാര്യങ്ങളാണ് ഇതിനകത്ത്, 13 ഫോർമുലകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഫോർമുല ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആദ്യം നമുക്ക് അരിത്മെറ്റിക് മീൻ AM പഠിക്കാം, അല്ലെങ്കിൽ X ബാർ. അരിത്മെറ്റിക് മീൻ AM അല്ലെങ്കിൽ S ബാർ. അത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കുണ്ട്, ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കുണ്ട്. പിന്നെ ഇത് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുണ്ട്. 3 തരമാണ് ഉള്ളത്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ X1 X2 etc. XN അങ്ങനെ കുറച്ച് XI വിലകൾ മാത്രം തരുന്നതാണ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. എന്നാൽ ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ X1 X2 etc. XN കുറച്ച് XI വിലകളും വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് F1 F2 etc. FN തരുന്നു. അതായത് X1ൻ്റെ ഫ്രീക്വൻസി F1, X1 എന്ന് പറയുന്ന 5 ആണെങ്കിൽ 5 4 തവണ, അതാണ് ഫ്രീക്വൻസി. എത്ര തവണ? 6 ആണ് X2 എങ്കിൽ അത് 3 തവണ, F2 3, അങ്ങനെ പറയുന്നതാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. അതിനകത്ത് XIകളുമുണ്ട് FIകളുമുണ്ട്. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ XIകൾ മാത്രമേ ഉള്ളൂ. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സാണ് അതിൽ തരുന്നത്. ക്ലാസ്സസ് 0 to 10 എന്ന ക്ലാസ്സിൽ 5 പേര്, എന്ന് വെച്ചാൽ 0നും 10നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 5 കുട്ടികൾ എന്നൊക്കെ അതിനെ മാറ്റി പറയാം നമുക്ക്. 10നും 20നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 10-20 എന്നൊരു ക്ലാസ്, 10നും 20നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 8 കുട്ടികൾ. ആ 8 എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും തരുന്നതാണ് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ 3 തരം ഡേറ്റ നമ്മൾ കാണണം: അൺഗ്രൂപ്പ്ഡ് ഡേറ്റ, ഗ്രൂപ്പ്ഡ് ഡേറ്റ, ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് XI വിലകൾ മാത്രം തരും. ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ XI വിലകളും കറസ്പോണ്ടിങ് FI വിലകളും തരും. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ക്ലാസ്സും തരും, ആ ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസിയും തരും. അങ്ങനെ 3 സൈസ് ഡേറ്റ ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് എങ്ങനെ അരിത്മെറ്റിക് മീൻ S ബാർ കാണാം. അതിനകത്ത് കുറച്ച് X1 X2 etc. XN അങ്ങനെ XI വിലകൾ മാത്രമേ ഉള്ളൂ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. N നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ X ബാർ കാണാൻ സിഗ്മ XI/N, S ബാർ കാണാൻ സിഗ്മ XI/N, അതായത് എല്ലാ XIകളും കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ഇതിപ്പോൾ XIകൾ 5 എന്നുള്ള വില 3-4 തവണ വന്നിട്ട് 3-4 തവണ ഇതിനകത്ത് വരുന്നുണ്ടെന്നിരിക്കട്ടെ. ഇതിനകത്ത് 10 ഒബ്സർവേഷനുണ്ട്. അതിൽ 5 എന്നുള്ള വില 4 തവണ വരുന്നുണ്ടെങ്കിലും ആ 4 തവണയും 5 കൂട്ടിയെടുക്കണം. ഒറ്റ തവണയും 5 കൂട്ടാതെ പോകരുത്. എണ്ണ എടുക്കുമ്പോൾ ആ 10 എണ്ണവും എടുക്കണം, എന്നാലാണ് S ബാർ ശരിയാവുള്ളൂ. അല്ലാതെ 5 പലതവണ ആവർത്തിച്ച് വന്നു അതുകൊണ്ട് 5 ഒരു പ്രാവശ്യം എടുക്കാവുള്ളൂ, അങ്ങനെയല്ല.
എല്ലാ എക്സൈകളും കൂടെ കൂട്ടിയിട്ട് എക്സൈകൾ തന്നെ പിന്നെ ആവർത്തിച്ച് ഒരേ സംഖ്യ വന്നാലും എല്ലാ എക്സൈകളും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. എണ്ണം എടുക്കുമ്പോൾ 5 പലതവണയുള്ളത് ഓരോ തവണ എണ്ണി എടുക്കണം. 10 എണ്ണത്തിലാണ് 5 3 തവണ, പക്ഷേ 3 തവണയും 5 എണ്ണണം. അരിത്തമെറ്റിക് മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ x1 x2 എക്സെട്ര xn വിത്ത് ഫ്രീക്വൻസീസ് f1 f2 എക്സെട്ര fn ഈസ്. അപ്പോൾ x1ൻ്റെ ഫ്രീക്വൻസി f1, x2ൻ്റെ ഫ്രീക്വൻസി f2 എക്സെട്ര xnൻ്റെ ഫ്രീക്വൻസി fn തരുന്നതിനകത്ത് x ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ fi xi ബൈ ക്യാപിറ്റൽ എ. സിഗ്മ fi xi എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുളത്തിൽ xiകൾ ഹെഡിങ് എഴുതി xi എന്ന് എഴുതിയിട്ട് xi വില എഴുതുന്നു. രണ്ടാമത്തെ കുളത്തിൽ fi എന്ന് എഴുതി കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഴുതുന്നു. മൂന്നാമത്തെ കുളത്തിൽ fi xi എന്ന് ഹെഡിങ് എഴുതുന്നു. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 2 കോളങ്ങൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഗുണിച്ചെഴുതാണ് fi xi ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന വിലകൾ. അതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ താഴെ കിട്ടുന്ന വിലയാണ് സിഗ്മ fi xi. ആ സംഖ്യയെ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഈ fiകളെല്ലാം കൂടെ കൂട്ടിയത്, fiകളെല്ലാം കൂടെ കൂട്ടിയതാണ് ക്യാപിറ്റൽ N. അതുകൊണ്ട് ഹരിക്കുന്നു. സിഗ്മ fi xi ബൈ ക്യാപിറ്റൽ N ചെയ്യുമ്പോൾ S ബാർ കിട്ടും ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്. സിഗ്മ fi xi ബൈ ക്യാപിറ്റൽ N ചെയ്യുമ്പോൾ X ബാർ കിട്ടും ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്. സിഗ്മ xi ബൈ സ്മോൾ n ചെയ്യുമ്പോൾ X ബാർ കിട്ടും അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈ ഫോർമുല തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ്സും ഉണ്ട് ഫ്രീക്വൻസി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ xiകളില്ല. മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്സാണ് xiകളായിട്ട് എടുക്കേണ്ടത്. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസ് എന്തായിട്ട് എടുക്കണം? xiകളായിട്ട് എടുക്കണം. x1 x2 എക്സെട്ര xn ആയിട്ട് എടുക്കണം. 10 ക്ലാസ് ഉണ്ടെന്നിരിക്കട്ടെ, 0 10 10 20 20 30 30 40 അങ്ങനെ 90 100 അങ്ങനെ 10 ക്ലാസ് ഉണ്ടെങ്കിൽ 10 ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂസ് ഉണ്ട്. 0 10ൻ്റെ മിഡ് വാല്യൂ 5, 10 20 എന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 15, 20 30 എന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 25, 90 100 എന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ 95. അങ്ങനെ എടുക്കുന്ന മിഡ് വാല്യൂസാണ് xiകളായിട്ട് എടുക്കുന്നത്. x1 x2 എക്സെട്ര xn ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് കിട്ടി. പിന്നെ fiകളുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടാമത്തെ ഫോർമുല പ്രകാരം fi xi എന്നൊരു ഹെഡിങ് എഴുതി അത് ഗുണിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സിഗ്മ എടുക്കും. സിഗ്മ fi xi കാണും. ക്യാപിറ്റൽ N fiകളെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഹരിച്ച് S ബാർ ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് മീൻ AM അല്ലെങ്കിൽ S ബാർ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് xi വില മാത്രം തരുന്നത്. പിന്നെ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കുണ്ട്. എന്ന് വെച്ചാൽ xi വിലകളും ഫ്രീക്വൻസികൾ fi വിലകളും തരുന്നത്. പിന്നെ ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ക്ലാസ്സും ഫ്രീക്വൻസിയും തരുന്നത്. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഫോർമുല സെയിം ആണ്. അതായത് സിഗ്മ fi xi ബൈ ക്യാപിറ്റൽ N ചെയ്താണ് S ബാർ കാണുന്നത്. അപ്പോൾ ക്ലാസ് തരുമ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസാണ് x1 x2 എക്സെട്ര xn ആയിട്ട് മാറുന്നത്. ആദ്യത്തെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് S ബാർ കാണാനുള്ള ഫോർമുല അവിടെ xiകൾ മാത്രമേ ഉള്ളൂ. സിഗ്മ xi ബൈ സ്മോൾ n. അവിടെ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അങ്ങനെ AM അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ S ബാർ പഠിച്ചു കഴിഞ്ഞു. ഇനി മീഡിയൻ ക്യാപിറ്റൽ M എന്നാണ് അതിൻ്റെ സിമ്പിൾ. അത് പഠിക്കാൻ പോവുകയാണ്. ഈ മീഡിയനും 3 സൈസിൽ പഠിക്കാനുണ്ട്. അതായത് ഇത് ഈ പറയുന്ന ഈ 5ാമത്തെ മീഡിയൻ എന്താണെന്ന് മീഡിയൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നതാണ് 4ൽ. 5ൽ ഇത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്, ഇത് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്, ഇത് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിനകത്ത് സ്മോൾ n ആണ് പറയുന്നത്. സ്മോൾ n വരുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുന്നത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്. ഇതിനകത്ത് പറയണത് xiകളും fiകളും തരുമ്പോൾ ഇത് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക്, ഇത് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്, ഇത് അങ്ങനെ 3 രീതിയിൽ മീഡിയൻ പഠിക്കാനുണ്ട് അരിത്തമെറ്റിക് മീൻ പഠിച്ച പോലെ. ടു ഒബ്റ്റെയിൻ ദ മീഡിയൻ ക്യാപിറ്റൽ M, ഫസ്റ്റ് അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ദെൻ ദ മിഡിൽ ഒബ്സർവേഷൻ ഈസ് കോൾഡ് മീഡിയൻ ക്യാപിറ്റൽ M. യഥാർത്ഥത്തിൽ മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ ഒബ്സർവേഷനാണ്. മിഡിൽ ഒബ്സർവേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഒബ്സർവേഷൻസിനെ അറേഞ്ച് ചെയ്യണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതിനാണ് അസെൻഡിങ് ഓർഡർ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് അസെൻഡിങ് ഓർഡർ എപ്പോഴും പാലിക്കാൻ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് ആ ഓർഡർ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡേറ്റയെ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നടുക്ക് വരുന്ന ഒബ്സർവേഷനാണ് മീഡിയനായിട്ട് എടുക്കുന്നത്. ഈ നടുക്ക് വരുന്ന ഒബ്സർവേഷൻ കാണാനാണ് ഈ രീതിയിൽ സ്വീകരിക്കുന്നത്. അതായത് ഈ സ്മോൾ n ഈസ് ഓഡ്, ഈ സ്മോൾ n വരുന്നത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കാണ്. അതായത് xi വിലകൾ മാത്രം തരുന്ന ഡേറ്റയ്ക്കാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ സ്മോൾ n തരുന്നത്.
എഫ് ഐയും കൂടി തരുന്ന ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കും ഈ ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ക്യാപിറ്റൽ എൻ ആണ് വരുള്ളൂ. ക്യാപിറ്റൽ എൻ, സ്മോൾ എന്നിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എൻ ആണ് ഈ ഫോർമുലയിലും വരുള്ളൂ. കാരണം ഇതിനകത്തും എഫ് ഐ ഉണ്ട്. എഫ് ഐകളെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോഴാണ് ക്യാപിറ്റൽ എൻ കിട്ടുന്നത്. ഇതിനകത്തും ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും ഫ്രീക്വൻസി ഉണ്ട്. എഫ് ഐകളെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ക്യാപിറ്റൽ എൻ കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ സ്മോൾ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുന്നു. ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എഫ് ഐകളുള്ളത് കൊണ്ട് ക്യാപിറ്റൽ എൻ, സിഗ്മ എഫ് ഐ ആണ് ക്യാപിറ്റൽ എൻ. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് സിഗ്മ എഫ് ഐ ആണ് ക്യാപിറ്റൽ എൻ. ഇഫ് സ്മോൾ എൻ ഈസ് ഓഡ്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് നടുക്കത്തെ ഒബ്സർവേഷൻ കാണാൻ വേണ്ടി ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഒബ്സർവേഷൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണം എടുക്കും. എണ്ണം 5 കിട്ടിയെങ്കിൽ എണ്ണം ഓടാണ്. ഓട് വരുമ്പോൾ മീഡിയം കാണാൻ 5 എണ്ണാണോ ഉള്ളെങ്കിൽ നിങ്ങൾക്കറിയാം നടുക്കത്തെ ഒബ്സർവേഷൻ 3 ആണ്. അത് കാണാൻ 5 + 1/2 ഒബ്സർവേഷനാണ്. 5 + 1 6/2 ആണ് ഈ 3. അതായത് സ്മോൾ എൻ ഓട് വരുമ്പോൾ ഓടിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് വേണം 2 കൊണ്ട് ഹരിക്കാൻ. n+1/2 ഒബ്സർവേഷൻ. അങ്ങനെ നമുക്ക് 5 ഒബ്സർവേഷൻ ആണെങ്കിൽ നടുക്കത്തെ ഒബ്സർവേഷൻ 3ാമത്തെ ഒബ്സർവേഷൻ ആണല്ലോ, അത് 3 കൃത്യം കിട്ടിക്കോളൂ. 5 + 1/2 കണ്ടോ 3 കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഫോർമുല എന്ന് പറയുന്നത് n+1/2 ഒബ്സർവേഷൻ എന്നാണ്. ഇഫ് എൻ ഈസ് ഓഡ്, 6 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ, n 6 ആണെങ്കിൽ 6 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നടുക്ക് 2 എണ്ണം വരും. ഏതൊക്കെ? 3 വരും, 4 വരും. 2 ഒബ്സർവേഷൻ വരുമ്പോൾ 2 ഒബ്സർവേഷനോടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. അതായത് n ഈവൻ ആണെങ്കിൽ n/2 ഒബ്സർവേഷൻ എടുക്കാൻ എളുപ്പമാണ്. n ഈവൻ ആകുമ്പോൾ 2 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണ്. n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ /2 ചെയ്താൽ മാത്രമേ മീഡിയം കിട്ടുള്ളൂ. n ഈവൻ ആണെങ്കിൽ n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ /2 ചെയ്താലേ മീഡിയം കിട്ടുള്ളൂ. n ഈവൻ ആകുമ്പോൾ n/2 കാണാൻ പറ്റും. അപ്പോൾ 2 മിഡിൽ വാല്യൂസ് വരും. 2 മിഡിൽ വാല്യൂസ് എടുത്ത് മീഡിയന് ഒരു ഉത്തരേ പാടുള്ളൂ. അപ്പോൾ 2 മിഡിൽ വാല്യൂസും കൂടി കൂട്ടിയെടുത്തിട്ട് പകുതി എടുക്കണം എന്നാണ്. അപ്പോൾ n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ /2 ചെയ്താൽ മാത്രമേ മീഡിയം കിട്ടുള്ളൂ. ഇനി ഇഫ് എക്സ് ഐ ആൻഡ് എഫ് ഐ ആർ ഗിവൺ, ഇത് ഞാൻ പിന്നെ എഴുതി ചേർത്താണ്, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പെട്ടെന്ന് അങ്ങനെ എഴുതി. ഇഫ് എക്സ് ഐ ആൻഡ് എഫ് ഐ ആർ ഗിവൺ, എക്സ് ഐയും എഫ് ഐയും തരുന്ന ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ് തരുന്നതെങ്കിൽ ഫസ്റ്റ് അറേഞ്ച് എക്സ് ഐ ഇൻ അസെൻഡിങ് ഓർഡർ. സ്ഥലം കുറവുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു. ഫസ്റ്റ് അറേഞ്ച് എക്സ് ഐ ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് മുഴുവൻ എഴുതിയിട്ടില്ല. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എക്സ് ഐകൾ എഴുതുക. എന്നിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എക്സ് ഐകൾ എഴുതുമ്പോൾ ഓരോ എക്സ് ഐയുടെയും എഫ് ഐ അതിൻ്റെ അടുത്ത് തന്നെ മാറിപ്പോകാതെ ആ എഫ് ഐകളും അതിനനുസരിച്ച് മാറ്റിക്കണം. 5ൻ്റെ എഫ് ഐ ഒരിക്കലും 3ൻ്റെ എഫ് ഐ ആയിട്ട് എഴുതാൻ പാടില്ല. 5 കിടന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോൾ മാറിപ്പോയെങ്കിൽ ഒപ്പം അതിൻ്റെ ഫ്രീക്വൻസിയും 5ൻ്റെ നേരെ തന്നെ പിന്നെ എഴുതാവുള്ളൂ. അല്ലാതെ സ്ഥലം മാറിപ്പോകാൻ പാടില്ല. 5ൻ്റെ ഫ്രീക്വൻസി എപ്പോഴും 5ൻ്റെ ഫ്രീക്വൻസി തന്നെയാണ്, 5 എവിടെ കിടന്നാലും. ഫസ്റ്റ് അറേഞ്ച് എക്സ് ഐ ഇൻ അസെൻഡിങ് ഓർഡർ. എന്നിട്ട് അതിനനുസരിച്ച് എഫ് ഐ മാറ്റി. രണ്ടാമത് സെക്കൻഡ് ഫൈൻഡ് ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ കാണുക എന്ന് വെച്ചാൽ എഫ് ഐകളെല്ലാം കൂടെ കൂട്ടിയെടുക്കുക, സിഗ്മ എഫ് ഐ. മൂന്നാമത് തേർഡ് സി എഫ് കോളം കൊണ്ടുവരിക. ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുരുക്കി എഴുതി. സത്യത്തിൽ ഇച്ചിടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സി എഫ് ഓഫ് ദ ക്ലാസ്. സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സി എഫ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂട്ടി കൊണ്ടുവരുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തേർഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് നാലാമത് ഫോർത്ത് ഇഫ് ക്യാപിറ്റൽ എൻ ഈസ് ഓഡ്. ഇതുപോലെ തന്നെ ക്യാപിറ്റൽ എൻ ഈസ് ഓഡ്, മീഡിയൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ + 1/2 ഒബ്സർവേഷൻ. If capital N is even, median is equal to capital N/2 observation plus capital N/2 + 1 observation /2. ഇവിടെ കിടക്കുന്ന സ്മോൾ എന്നിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്യാപിറ്റൽ എന്നെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എഫ് ഐകൾ കൂടി തന്നുകൊണ്ട് എഫ് ഐ കൂട്ടിയെടുക്കുന്ന ക്യാപിറ്റൽ എൻ വെച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ പോണത്.
പിന്നെ ക്യാപിറ്റൽ n/2th ഒബ്സർവേഷനും ക്യാപിറ്റൽ n/2 + 1th ഒബ്സർവേഷനും ക്യാപിറ്റൽ n+1/2th ഒബ്സർവേഷനും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് CF കോളം വേണം, ഫ്രീക്വൻസി കൂട്ടി എടുത്ത വേറൊരു കോളം വേണം. അപ്പോൾ ഈ രീതിയിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ മീഡിയം കാണാൻ ആദ്യം XI എന്ന് ഹെഡിങ് എഴുതി XIകൾ എഴുതുന്നു അസെൻഡിങ് ഓർഡറിൽ. FI എന്ന് ഹെഡിങ് എഴുതി ഓരോ XIയുടെയും FIകൾ മാറിപ്പോകാതെ എടുത്തെഴുതുന്നു. FI കൂട്ടിയെടുത്ത ക്യാപിറ്റൽ N കാണുന്നു. CF എന്ന് ഹെഡിങ് എഴുതി CF കോളം ഉണ്ടാക്കുന്നു. അതായത് ആദ്യത്തെ ഫ്രീക്വൻസി ആദ്യത്തെ CF തന്നെ അടുത്ത ഫ്രീക്വൻസിയും കൂടി കൂട്ടിയതാണ് അടുത്ത CF, വീണ്ടും അടുത്ത ഫ്രീക്വൻസിയും കൂടെ കൂട്ടിയതാണ് അടുത്ത CF. അങ്ങനെ CF കോളം കൊണ്ടുവരുന്നു. എന്നിട്ട് ക്യാപിറ്റൽ N കൂട്ടി വെച്ചത് ഓടാണോ ഈവൻ ആണോ നോക്കുന്നു. ക്യാപിറ്റൽ N ഓടാണെങ്കിൽ മീഡിയം കാണാൻ ക്യാപിറ്റൽ N+1/2th ഒബ്സർവേഷൻ ഏതാണെന്ന് നോക്കിയെടുക്കുന്നു. അത് CF കോളത്തിലാണ് നോക്കേണ്ടത്. 25ാമത്തെ ഒബ്സർവേഷനാണ് നമുക്ക് കാണണമെങ്കിൽ CF കോളത്തിൽ 25 വന്നേക്കുന്നത് എവിടെയാണ്? 25ാമത്തെ ഒബ്സർവേഷൻ ചിലപ്പോൾ 26ാമത്തെ CF വലയിലായിരിക്കും കയറി കിടക്കണേ. അത് നമുക്ക് കണക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ ക്യാപിറ്റൽ N ഈവൻ ആണെങ്കിൽ മീഡിയം കാണാൻ ക്യാപിറ്റൽ N/2th + ക്യാപിറ്റൽ N/2 + 1th ഒബ്സർവേഷൻ എന്ന് ഞാനിവിടെ 2 സ്ഥലത്തും എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതിയില്ല. /2 ആണ് കാണുന്നത്. ഇത് ഞാൻ അതിൻ്റെ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി പിടി കിട്ടും. ഏറ്റവും ലാസ്റ്റ് ഒരു പ്രോബ്ലം ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുക്കാനല്ല, ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കണമെന്ന് മാത്രം. ഇതാണ് ഫൈൻഡ് മീഡിയൻ ഓഫ് ദ ഡേറ്റ. XIകളും FIകളും തരുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. XIയും FIയും തന്നപ്പോൾ അപ്പോൾ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. XI എന്ന് ഹെഡിങ് എഴുതി 3 ഇവിടെ ആദ്യം തന്നെ, പക്ഷേ 1 ഏറ്റവും ചെറുത്. 1 എഴുതി. അപ്പോൾ 1 എഴുതുമ്പോൾ അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി FI ഇവിടെ തന്നെ എഴുതണം. ഇനി 2 XI. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 7. ഇത് 7 കേട്ടോ, വരയിൽ കയറിപ്പോയി 7ൻ്റെ 7 അവിടെ എഴുതണം. 3 XI. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 5 എഴുതണം. 4 XIക്ക് 8 എഴുതണം. 5 XIക്ക് 3 എഴുതണം. 6 XIക്ക് 5 എഴുതണം. അങ്ങനെ XIകൾ അറേഞ്ചിങ് അസെൻഡിങ് ഓർഡറിൽ ചെയ്തപ്പോൾ അതിനനുസരിച്ച് FIകളും മാറി. FI കൂട്ടിയെടുത്തു, ക്യാപിറ്റൽ N കിട്ടി, കൂട്ടിയപ്പോൾ 30 കിട്ടിയത്. ഇനി CF കോളം കൊണ്ടുവന്നു. ആദ്യത്തെ FI തന്നെയാണ് ആദ്യത്തെ CF. പിന്നെ ഈ 2 7 കൂടെ കൂട്ടി 9 അടുത്ത CF. ഫ്രീക്വൻസി കൂട്ടി പിന്നെ 9 5 കൂട്ടി 14, 14 8 കൂട്ടി 22, 22 3 കൂട്ടി 25, 25 5 കൂട്ടി 30. അങ്ങനെ CF കോളം കൊണ്ടുവരുമ്പോൾ ഈ ലാസ്റ്റ് വരുന്ന CF ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ട് വരും. നമുക്ക് ക്യാപിറ്റൽ N 30 ഈവൻ ആണ് കിട്ടിയത്. ഈവൻ വരുമ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ N/2th ഒബ്സർവേഷൻ. ഈവൻ ആകുമ്പോൾ 2 കൊണ്ട് ഹരിക്കാമല്ലോ. ക്യാപിറ്റൽ N/2th ഒബ്സർവേഷൻ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പ്ലസ് ക്യാപിറ്റൽ N/2 + 1th ഒബ്സർവേഷൻ /2. ഈവൻ വരുമ്പോൾ 2 മിഡിൽ വാല്യൂ വരും. അതുകൊണ്ട് അങ്ങനെ 2 തന്നെ. അതായത് 30 ആയതുകൊണ്ട് 15ാമത്തെ ഒബ്സർവേഷൻ 30/2. 30/2th ഒബ്സർവേഷൻ അതായത് 15th ഒബ്സർവേഷൻ പ്ലസ് ഇത് 15 + 1 16th ഒബ്സർവേഷൻ /2. 15ാമത്തെ ഒബ്സർവേഷൻ CF കോളത്തിൽ നിന്ന് എടുക്കുവാണ്. ഇതിൽ 15ാമത്തെ ഒബ്സർവേഷൻ കയറി കിടപ്പില്ല. ഇതിൽ ആണ് 15ാമത്തെ ഒബ്സർവേഷൻ കയറി കിടക്കുന്നത്. 15ാമത്തെ ഒബ്സർവേഷൻ 4. XI വിലകളാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്. 15ാമത്തെ ഒബ്സർവേഷൻ 4. ഇതിൽ വരില്ല അത് 15. 14ാമത്തെ ഒബ്സർവേഷൻ 3. പിന്നെ 15 16 17 18 19 20 21 22ാമത്തെ ഒബ്സർവേഷൻ വരെ എല്ലാം 4 എടുക്കേണ്ടത്. അപ്പോൾ 15ാമത്തെ ഒബ്സർവേഷൻ 4 പ്ലസ് 16ാമത്തെ ഒബ്സർവേഷൻ ചോദിക്കുമ്പോൾ ഇതിൽ തന്നെ കിടക്കണേ, അതും 4. 4 + 4/2 അങ്ങനെ 4 എന്ന് മീഡിയൻ്റെ ആൻസർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായി ഞാൻ വിചാരിക്കണം. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് XIയും FIയും തന്നാൽ എങ്ങനെ മീഡിയൻ കാണും എന്നുള്ളത് പിടികിട്ടിയല്ലോ. ഇനി ഫോർ എ ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെ മീഡിയം കാണും, അതിനൊരു ഫോർമുല തന്നെയുണ്ട്. M = L + n/2 - C/F × H. എല്ലും എഫും എച്ചും സ്മോൾ ലെറ്ററാണ്, പക്ഷേ എന്നും സിയും ക്യാപിറ്റൽ ലെറ്ററാണ്. മീഡിയൻ M = L + n/2 - C/F × H. മീഡിയൻ M = L + n/2 - C/F × H. ഫസ്റ്റ് ഐഡൻറ്റിഫൈ മീഡിയം ക്ലാസ്. ആദ്യം മീഡിയം ക്ലാസ് തിരിച്ചറിയണം. മീഡിയം ക്ലാസ് എങ്ങനെ തിരിച്ചറിയണം? ഇറ്റ് ഈസ് ദ ക്ലാസ് ഹൂസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് CF ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N/2.
അപ്പോൾ നമുക്കിവിടെ ക്ലാസ് അല്ലേ തരുന്നത്, ഫ്രീക്വൻസിയുമാണല്ലോ തരുന്നത്. കുറേ ക്ലാസ്സുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയം ക്ലാസ് കാണാനായിട്ട് ഇറ്റ് ഈസ് ദ ക്ലാസ് ഹൂസ് CF ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N/2. CF കോളം നമ്മൾ അവിടെ എഴുതി കൊണ്ടുവരുന്നുണ്ട്. N ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടി കണ്ടുപിടിക്കുന്നുണ്ട്. N/2 എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ N/2 ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നുകിൽ N/2 എത്രയാണോ 25 കിട്ടിയെങ്കിൽ 25 കൃത്യം വരുന്ന ഒരു CF കാണും, ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന CF എടുത്തിട്ട് അതിൻ്റെ നേരെ വരുന്ന ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. അങ്ങനെ മീഡിയം ക്ലാസ് കണ്ടുപിടിച്ചിട്ട് ആ മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് L. 20, 30, 40, 50 എന്നുള്ള ക്ലാസ്സാണ് മീഡിയം ക്ലാസ് കിട്ടിയെങ്കിൽ ആ 40 അവിടുത്തെ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ്. ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം ക്ലാസ്. ആ മീഡിയം ക്ലാസ്സിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അത് വിഡ്ത്ത് ഓഫ് ദ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിനൊരു വിഡ്ത്ത് ഉണ്ട്. 40, 50 എന്നുള്ള ക്ലാസ്സിൻ്റെ വിഡ്ത്ത് 10. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വിഡ്ത്ത് കിട്ടുന്നത്, അങ്ങനെ കിട്ടി. C എന്ന് പറയുന്നത് CF ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിങ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ക്ലാസ്സിനൊരു CF ഉണ്ട്, അതാണ് C. CF ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിങ് ദ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിൽ എന്ന് വെച്ചാൽ 40, 50 എന്നുള്ള ക്ലാസ്സാണ് മീഡിയം ക്ലാസ്സെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ 30, 40 എന്നുള്ള ക്ലാസ് ഉണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ 0, 10, 10, 20, 20, 30, 30, 40 കഴിഞ്ഞിട്ടാണ് 40, 50. 40, 50 മീഡിയം ക്ലാസ്സെങ്കിൽ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ക്ലാസ് 30, 40. വില കൊണ്ട് മുകളിൽ നിന്നല്ല, അതിൻ്റെ നേരെ മുകളിൽ എഴുതിയിരിക്കുന്ന ക്ലാസ് 30, 40. ആ ക്ലാസ്സിൻ്റെ CF ആണ് C. CF ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രിസീഡിങ് മീഡിയം ക്ലാസ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താണ് മീഡിയം കാണുന്നത്. എന്ത് പ്രോബ്ലത്തിൽ ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ ആദ്യം മീഡിയം ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. മീഡിയം ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് CF കോളം ഉണ്ടാക്കിയിട്ട് N/2 വില എടുത്തിട്ട് N/2 തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലോ വരുന്ന CF കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നേരെ വരുന്ന ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് L. മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F. മീഡിയം ക്ലാസ്സിൻ്റെ വിഡ്ത്താണ് H. മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലാസ്സിൻ്റെ CF ആണ് C. അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് M ഈസ് ഈക്വൽ ടു L പ്ലസ് N/2 മൈനസ് C/F × H അങ്ങ് ചെയ്യുക. അത് ഞാനൊരു പ്രോബ്ലത്തിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരൂടെ ക്ലിയർ ആയിക്കോളും. മീഡിയൻ കാണാനായിട്ട് ഞാനീ പറയുന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പ്രോബ്ലം കൂടി വെച്ച് പറയുവാണ്. എങ്ങനെയാണെങ്കിലും നമ്മൾ പഠിച്ചാൽ മതിയല്ലോ. ഇതുണ്ടോ, ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നേക്കണ ഒരു ക്വസ്റ്റ്യൻ. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ പേര്. ഇതിൻ്റെ മീഡിയം കാണാൻ പോവുകയാണ് ഈ ഫോർമുല പ്രകാരം. അപ്പോൾ എന്നാ കാണിക്കണമെന്ന് പറയാം, ക്ലാസ് എഴുതണം, FI എഴുതണം, പിന്നെ XI വില നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ XI വില, ഇത് വേറൊരു കണക്കോടെ അതിനകത്ത് കയറി വരുന്ന പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോയത്. വേറെ പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ. വേറെ പ്രോബ്ലം ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇതെന്നാന്ന് വെച്ചാൽ MD/M കണക്കായതുകൊണ്ട് മീഡിയം കണ്ടുവച്ച് MD/M ഫോർമുലയും കൊണ്ട് എഴുതിയിട്ട് ഒന്നിച്ച് ടേബിളിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി എൻ്റെ ഇടയ്ക്ക് കയറി വന്നു. ശരിക്കും മീഡിയം മാത്രം കാണാനുള്ള ക്ലാസ്സിൽ ക്ലാസ് എഴുതി, FI എഴുതി, CF എഴുതി, 3 കോളം മതി. മറ്റേ കണക്കും കൂടി ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് XIയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോർമുല പ്രകാരം കൊണ്ടുവന്നത്. അതുപോട്ടെ, ആദ്യം ക്ലാസ് എഴുതി, പിന്നെ FI എഴുതി, പിന്നെ CF എഴുതി. ക്ലാസ് അസെൻഡിങ് ഓർഡറിലാട്ടോ, അല്ലാതെ ഒരിക്കലും ക്ലാസ് വരികയില്ല. ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലേക്ക്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതി, അത് കൂട്ടിയെടുത്തു. N 50 കിട്ടി. CF ആദ്യത്തെ 6 തന്നെ, പിന്നെ 6 7 13, 13 15 28, 28 16 44, 4 കൂടെ കൂട്ടുമ്പോൾ 48, 2 കൂടെ കൂട്ടുമ്പോൾ 50. ലാസ്റ്റ് CF N ആണ്. എല്ലാ കണക്കിലും അങ്ങനെ വരുള്ളൂ. ഇനി മീഡിയം ക്ലാസ് എങ്ങനെയാണ് കാണുന്നതെന്ന് പറയുക. N/2 എടുക്കണം 25. 25 CF കോളത്തിലുണ്ടോ എന്ന് നോക്കണം. ഇല്ല. അപ്പോൾ 25 തൊട്ട് മുകളിൽ വരുന്ന CF വില എടുക്കണം. 28. 28 നേരെ വരുന്ന ക്ലാസ് എടുക്കണം. 20, 30. അതാണ് മീഡിയം ക്ലാസ്. ആ മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് L 20. പിന്നെ മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, ഇതാണല്ലോ ഫ്രീക്വൻസി ചെയ്യണം. മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F 15. പിന്നെ മീഡിയം ക്ലാസ്സിൻ്റെ വിഡ്ത്ത് 10 H.
മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ക്ലാസ് ഇത് 10-20, അതിൻ്റെ CF, അതിൻ്റെ ഇതാണോ CF. മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ക്ലാസ് ഇത് 10-20 എന്നുള്ള ക്ലാസ്സിൻ്റെ CF 13, അതാണ് ക്യാപിറ്റൽ C. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഫോർമുലയിലേക്ക് വിലയിട്ട് ഇങ്ങനെ മീഡിയം കണ്ടുപിടിക്കുന്നത്. 28. ഇതാണ് ഞാൻ ഇപ്പോൾ ഫോർമുല പ്രകാരം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കണക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മീഡിയനാണ് പഠിച്ചത്. മീഡിയൻ എന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് അറേഞ്ച്ഡ് ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. അത് അറേഞ്ച്ഡ് ഡേറ്റയ്ക്ക് തന്നെയല്ല, ഈ 3 ടൈപ്പിലും അസെൻഡിങ് ഓർഡറിലായിരിക്കണം. XIയും FIയും തരുന്ന കണക്കിലും XI വില അസെൻഡിങ് ഓർഡറിൽ എഴുതണം. XI തന്നെ വരുന്ന അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിലും XI വില അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ക്ലാസ്സും ഫ്രീക്വൻസിയും തരുന്ന ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും ക്ലാസ്സസ് അസെൻഡിങ് ഓർഡറിൽ തന്നെ കിടക്കണം. ഇനി അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വരുമ്പോൾ കുറച്ച് XI വില മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര എണ്ണമാണെന്ന് എടുക്കുന്നത് സ്മോൾ n ആണ്. അവിടെ സ്മോൾ n ഓട് വന്നാൽ മീഡിയം കാണാൻ n+1/2 ഒബ്സർവേഷൻ എടുക്കുവാണ്. സ്മോൾ n ഈവൻ വന്നാൽ മീഡിയം കാണാൻ n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ /2 കാണുവാണ്. XIയും FIയും തരുന്ന ഗ്രൂപ്പ്ഡ് ഡാറ്റ വരുമ്പോൾ ഫസ്റ്റ് അറേഞ്ച് XI ഇൻ അസെൻഡിങ് ഓർഡർ, അതിനനുസരിച്ച് FIയും മാറും. രണ്ടാമത് ക്യാപിറ്റൽ N കണ്ടുപിടിക്കും, FIകളെല്ലാം കൂടെ കൂട്ടി. മൂന്നാമത് CFകളും ഉണ്ടാക്കും. നാലാമത് ക്യാപിറ്റൽ N ഓടാണെങ്കിൽ മീഡിയം കാണാൻ ക്യാപിറ്റൽ N+1/2 ഒബ്സർവേഷൻ CF കോളത്തിൽ നിന്ന് എടുക്കും. അതിന് വേണ്ട CFകൾ ഉണ്ടാക്കി വെച്ചത്. ക്യാപിറ്റൽ N ഈവൻ ആണെങ്കിൽ മീഡിയം കാണാൻ ക്യാപിറ്റൽ N/2 ഒബ്സർവേഷൻ പ്ലസ് ക്യാപിറ്റൽ N/2 + 1 ഒബ്സർവേഷൻ /2 എടുക്കും. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് മീഡിയം കാണാൻ ഒരു ഫോർമുല തന്നെയുണ്ട്, L+n/2 - C/F × H. ആദ്യം നമ്മൾ മീഡിയം ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് ദ ക്ലാസ് ഹൂസ് CF ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N/2. ക്യാപിറ്റൽ N/2ന് കൃത്യം തുല്യമായിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലോ വരുന്ന CF വരുന്ന എൻ്റെ നേരെ വരുന്ന ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് L, മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F, മീഡിയം ക്ലാസ്സിൻ്റെ വിഡ്ത്ത് H, മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ CF ക്യാപിറ്റൽ C. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് റേഞ്ച് ഓഫ് എ സീരീസും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്തിയേക്കാം. റേഞ്ച് ഓഫ് എ സീരീസ് എന്ന് പറയുന്നത് മാക്സിമം ഒരു കുറേ വിലകൾ ഇങ്ങനെ XI വിലകൾ മാത്രം തരുന്ന ഒരു സീരീസാണ്, അൺഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. ഇതിൻ്റെ റേഞ്ച് എങ്ങാനും ചോദിച്ചാൽ മാക്സിമം വാല്യൂവിൽ നിന്ന് മിനിമം വാല്യൂ അങ്ങ് കുറച്ചാൽ മതി. അതിൽ ആ തന്നിരിക്കുന്ന അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ ഏറ്റവും ഉയർന്ന വാല്യൂവിൽ നിന്ന് കുറഞ്ഞ വാല്യൂ കൂടെ കുറയ്ക്കുകയാണെങ്കിൽ റേഞ്ച് ഓഫ് ദ സീരീസ് കിട്ടും. അത് ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് മാത്രമേ ചോദിക്കുകയുള്ളൂ, അല്ലാതെ XIയും FIയും തരുന്ന കണക്കിലോ ക്ലാസ്സും FIയും തരുന്ന കണക്കിലോ ഒന്നും ചോദിക്കില്ല. 13 ഫോർമുലയുള്ളതിൽ 7 ഫോർമുലയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റേഞ്ച് ഓഫ് എ സീരീസ് ഇനി ഓർമ്മയും പഠിച്ചേക്കാം. മീൻ ഡീവിയേഷൻ ഫ്രം മീന. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, MD എന്നാണ് ചുരുക്കി പറയുന്നത്. ഫ്രം മീന എബൌട്ട് X ബാർ എന്നാണ് സിമ്പിൾ കൊടുക്കേണ്ടത്. അത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കും ഉണ്ട്, ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ XI വില തന്നെ തരുന്നു, ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ XIയും FIയും തരുന്നു. ക്ലാസ്സും FIയും തരുന്ന ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഒരു ഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നെയാണ്. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂ എടുത്താൽ ഈ XI ആയിക്കൂടും. അങ്ങനെ XIയും FIയും തരുന്ന ഡേറ്റയായിട്ട് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ മാറ്റാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൂടി ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 തരം ഡേറ്റയും അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ ഒരെണ്ണവും ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ 2 എണ്ണവുമായിട്ട് ചേർന്നു. ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ 2 കൂട്ടം വരുന്നുണ്ട്, ഒന്ന് XI FI തരുന്ന ഡേറ്റയും ഒന്ന് ക്ലാസ്സും FIയും തരുന്ന ഡേറ്റയും. ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എടുത്ത് XI ആക്കിയാൽ മതി. അങ്ങനെ 2 ഫോർമുലയിൽ അത് ഒതുക്കും. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് MD എബൌട്ട് X ബാർ കാണാൻ സിഗ്മ മോഡുലസ് XI - S ബാർ ബൈ സ്മോൾ n. ഇവിടെ സ്മോൾ എന്നേ വരുള്ളൂ, കാരണം കുറേ ഒബ്സർവേഷൻസ് മാത്രം തരുന്ന ഡേറ്റയാണത്, എണ്ണി എടുക്കാനേ പറ്റുള്ളൂ. സിഗ്മ മോഡുലസ് XI - S ബാർ ബൈ സ്മോൾ n. അത് കണക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോർമുല ആദ്യം കൊണ്ട് എഴുതി വെച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓർത്ത് ടേബിൾ വരച്ച് നമ്മൾ കണക്കിലെത്തിക്കും. മോഡുലസ് XI - S ബാർ എന്ന് ഹെഡിങ് എഴുതി ഒരു കോളം കൊണ്ടുവന്നാൽ വിലകൾ കൊണ്ടുവന്നാലല്ലേ അത് ലാസ്റ്റ് കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ശ്രമം നമ്മൾ നടത്തും.
ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് എം ഡി അബൌട്ട് എസ് ബാർ കാണാൻ സിഗ്മ ഇതേ ഫോർമുല തന്നെ, പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇതിനകത്ത് എഫ് ഐ ഉണ്ട്, ഇവിടെ ഒരു എഫ് ഐ ആഡ് ചെയ്യും. സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എസ് ബാർ ബൈ സ്മോൾ എൻ മാറി ക്യാപിറ്റൽ എൻ, അങ്ങനെ പഠിച്ചു വെക്കണം. സിഗ്മ ഇവിടെ ഒരു എഫ് ഐ വരും, മോഡുലസ് എക്സ് ഐ മൈനസ് എസ് ബാർ കൂടിയുണ്ട് ബൈ സ്മോൾ എൻ മാറി ക്യാപിറ്റൽ എൻ. അങ്ങനെ മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ, മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ അല്ല എക്സ് ബാർ, മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ കാണുമ്പോൾ ഇതേ ഫോർമുല തന്നെ എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എം മീഡിയൻ വരും. ഇത് അരിത്തമെറ്റിക് മീനാണോ ഈ രണ്ട് സ്ഥലം, അത് രണ്ടും മാറി എം ഇടുന്നേ ഉള്ളൂ, മീഡിയൻ വരുന്നേ ഉള്ളൂ. മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ വരുമ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് മീൻ ഡിവിഷൻ ഫ്രം മീഡിയൻ ഈ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് ഇവിടെ മാറി ക്യാപിറ്റൽ എം വരും ബൈ സ്മോൾ എൻ. ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് എം ഡി അബൌട്ട് എം സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എം വരുന്നേ ഉള്ളൂ ഇവിടെ ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ ആയിട്ട് അത് മാറുമല്ലോ. അങ്ങനെ മീൻ ഡിവിഷൻ ഫ്രം മീനും മീൻ ഡിവിഷൻ ഫ്രം മീഡിയനും ഫോർമുല പഠിച്ചു. ഇനി ഈ 8ഉം 9ഉം ഫോർമുല വെച്ചുള്ള കണക്ക് എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ കാണിച്ചു തരാം. എന്തിനാ കണക്കിപ്പോൾ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഫോർമുല വെച്ച് ഇങ്ങനെ കണക്ക് പോകണമെന്ന് നിങ്ങൾ ഏകദേശം അറിഞ്ഞിരിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ എം ഡി അബൌട്ട് എക്സ് ബാർ ചോദിച്ച കണക്ക്. അപ്പോൾ എക്സ് ഐയും എഫ് ഐയും തന്നിട്ടുണ്ട് ബി പാർട്ട്. എം ഡി അബൌട്ട് എക്സ് ബാർ തരുന്ന കണക്ക് എക്സ് ഐയും എഫ് ഐയും തന്നാൽ എഫ് ഐ ഉള്ള ഫോർമുലയാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോർമുല, സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എസ് ബാർ ബൈ ക്യാപിറ്റൽ എൻ. ആ ഫോർമുല എഴുതി വെച്ചു. എന്നിട്ട് എക്സ് ഐ ഹെഡിങ് എഴുതി അത് എടുത്തെഴുതി, എഫ് ഐ ഹെഡിങ് എഴുതി അത് എടുത്തെഴുതി. പിന്നെ ഇത് എക്സ് ബാർ വെച്ചാണ്, അതുകൊണ്ട് അസെൻഡിങ് ഓർഡർ വേണ്ട. അസെൻഡിങ് ഓർഡർ വേണ്ടത് മീഡിയൻ വെച്ച് വരുന്ന കണക്കിൽ മാത്രമാണ്. പിന്നെ എന്തിനാ ഈ എക്സ് ബാർ കാണണം, നമുക്ക് ലാസ്റ്റ് നമുക്ക് എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എസ് ബാർ കോളം കൊണ്ടുവരണം, എന്നിട്ട് അത് ലാസ്റ്റ് ഇവിടെ കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതിന് മുന്നിൽ മോഡ് എക്സ് ഐ മൈനസ് എസ് ബാർ വേണം. മോഡ് എക്സ് ഐ മൈനസ് എസ് ബാറും ഈ കോളവും ഈ എഫ് ഐ കോളം കൂടി ഗുണിച്ചാണ് എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എസ് ബാർ കോളം വന്നത്. ഇത് വന്നെങ്കിൽ അതിന് മുന്നിൽ എക്സ് ഐ മൈനസ് എസ് ബാർ കോളം വേണം. എക്സ് ഐ മൈനസ് എസ് ബാർ കോളം വേണമെങ്കിൽ എസ് ബാർ എന്നാന്ന് അറിയണം. ഈ എസ് ബാർ എങ്ങനെ അറിയണം, എക്സ് ഐയും എഫ് ഐയും തരുന്ന കണക്കാണിത്. എക്സ് ബാർ അറിയണമെങ്കിൽ ഫോർമുല സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ ആണ്. എക്സ് ബാറിൻ്റെ ഫോർമുല ആദ്യം നമ്മൾ പഠിച്ചില്ലേ, അരിത്തമെറ്റിക് മീൻ എഫ് ഐയും എക്സ് ഐയും തരുന്ന കണക്കിൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ. ഈ ഫോർമുല ചെയ്യണമെങ്കിൽ എഫ് ഐ എക്സ് ഐ കോളം വേണം. എഫ് ഐ എക്സ് ഐ കോളം ഇങ്ങനെ ഗുണിച്ച് 2 2 4 8 5 40 10 6 60 അങ്ങനെ എഴുതി സിഗ്മ എഫ് ഐ എക്സ് ഐ 300 എടുത്തിട്ട് 300 ബൈ സിഗ്മ എഫ് ഐ ക്യാപിറ്റൽ എൻ കൊണ്ടുവന്നിട്ട് ബൈ 40 ചെയ്താണ് ഈ എക്സ് ബാർ കിട്ടുന്നത്. എസ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഐ മൈനസ് എസ് ബാർ ഉണ്ടാക്കാൻ ഒരു പാടില്ല. 2 - 7.5 ആദ്യ ആൻസറായി, 5 - 7.5 അടുത്ത ആൻസറായി. അങ്ങനെ പിന്നെ മോഡ് എക്സ് ഐ മൈനസ് എസ് ബാർ എഴുതാൻ പാടില്ല. പിന്നെ ഇതും എഫ് ഐയും കൂടെ ഗുണിച്ച് എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എസ് ബാർ കോളം കൊണ്ടുവരാൻ പാടില്ല. അത് കൊണ്ടുവന്നിട്ട് സിഗ്മ എടുത്തിട്ടാണ് നമ്മുടെ ഈ ഫോർമുലയെ അനുസരിച്ച് കണക്കിൻ്റെ ആൻസർ കൊണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഫോർമുല എഴുതി വെക്കണം. ഫോർമുല അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കാണോ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കാണെന്ന് കൃത്യം തിരിച്ചറിഞ്ഞ് എഴുതി വെക്കണം. ഈ ഫോർമുല പ്രകാരം വേണ്ട കോളങ്ങൾ നമ്മൾ വരച്ച് കൊണ്ടുവരാം. അത് പഠിച്ച് ബൈഹാർട്ട് പഠിക്കുമല്ല, ഫോർമുല അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരയ്ക്കുവാണ്. എന്നിട്ട് ഇതുപോലെ പ്രോബ്ലം അങ്ങോട്ട് അവസാനിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഫോർമുല പഠിപ്പിച്ചത് ഇവിടെ വെച്ചങ്ങ് നിർത്തുവാണ്. 13 ഫോർമുലയുള്ളതിൽ നമ്മൾ 8 പഠിച്ചിട്ടുണ്ട്. 9 എണ്ണമാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഞാനൊന്ന് ഓടിച്ച് പറയാം. ആദ്യം അരിത്തമെറ്റിക് മീൻ എ എം ഐ എക്സ് ബാർ, അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് സിഗ്മ എക്സ് ഐ ബൈ സ്മോൾ എൻ, ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഈ ഫോർമുല തന്നെ, എസ് ബാർ ഈസ് ഇക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ. ഓരോ ക്ലാസ്സിൻ്റെയും മിഡിൽ വാല്യൂസാണ് എക്സ് ഐകളായിട്ട് എടുക്കുന്നത്. മീഡിയൻ ക്യാപിറ്റൽ എം കാണാൻ മീഡിയൻ കാണുമ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കാണെങ്കിലും ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കാണെങ്കിലും ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അസെൻഡിങ് ഓർഡറിൽ ഡേറ്റ എഴുതണമെന്നുണ്ട്. ഇതിന് മാത്രം, മീഡിയന് മാത്രം. എന്നിട്ട് സ്മോൾ എണ്ണം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓടാണെങ്കിൽ മീഡിയൻ കാണാൻ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടാതെ 2 ഇരിക്കത്തില്ല. n+1/2 ഒബ്സർവേഷൻ. n ഈവൻ ആണെങ്കിൽ മീഡിയൻ കാണാൻ n/2 ഒബ്സർവേഷൻ പ്ലസ് n/2 + 1 ഒബ്സർവേഷൻ ബൈ 2. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് പറയുന്നതിന് മുമ്പ് എക്സ് ഐയും എഫ് ഐയും തരുന്ന ഡേറ്റ ആണെങ്കിൽ ഫസ്റ്റ് അറേഞ്ച് എക്സ് ഐ ഇൻ അസെൻഡിങ് ഓർഡർ, അതിനനുസരിച്ച് എഫ് ഐയും.
രണ്ടാമത് FI എല്ലാം കൂടെ കൂട്ടി ക്യാപിറ്റൽ N, മൂന്നാമത് CF കോളം. എന്നിട്ട് ക്യാപിറ്റൽ N ഓടാണെങ്കിൽ മീഡിയം കാണാൻ ഈ ക്യാപിറ്റൽ N+1/2 ഒബ്സർവേഷൻ. ക്യാപിറ്റൽ N ഈവൻ ആണെങ്കിൽ മീഡിയം കാണാൻ ക്യാപിറ്റൽ N/2 ഒബ്സർവേഷൻ പ്ലസ് ക്യാപിറ്റൽ N/2 + 1 ഒബ്സർവേഷൻ ബൈ 2. ഇവിടെ ഒബ്സർവേഷൻ എഴുതിച്ചേർക്കുക രണ്ട് സ്ഥലത്തും. ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ക്യാപിറ്റൽ M = L+N/2 - E/F എന്നൊരു ഫോർമുലയുണ്ട്. ആദ്യം നമ്മൾ മീഡിയം ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി CF കോളം ഉണ്ടാക്കണം. എന്നിട്ട് ക്യാപിറ്റൽ N/2 വില എടുക്കണം. ക്യാപിറ്റൽ N/2 തുല്യമായിട്ട് വലിയ CF വിലയുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള ക്ലാസ് മീഡിയം ക്ലാസ്. അതില്ല എങ്കിൽ ക്യാപിറ്റൽ N/2 തൊട്ട് മുകളിൽ വരുന്ന ക്യാപിറ്റൽ N/2 25 ആണെങ്കിൽ 25 തൊട്ട് മുകളിൽ ഏതെങ്കിലും സംഖ്യയാണോ CF കോളത്തിൽ കിടക്കുന്നത് ആദ്യം കിടക്കുന്നത് അതിൻ്റെ നേരെ വരുന്ന ക്ലാസ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് അല്ല, മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അപ്പോൾ മീഡിയം ക്ലാസ്സിൻ്റെ വിഡ്ത്ത് വെച്ച് മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലാസ്സിൻ്റെ CF ക്യാപിറ്റൽ C. ഒരു മാക്സിമം വാല്യൂന്ന് മിനിമം വാല്യൂ ഒരു ഡേറ്റയിൽ അങ്ങ് കുറച്ച് റേഞ്ച് കിട്ടും. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയം കാണാൻ MD about X bar. ഫോർമുല അൺഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കും ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്കും ഉണ്ട്. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ഫോർമുല എടുത്തിരുന്നിട്ട് ഇവിടെ ഒരു FI ആഡ് ചെയ്യുക, ഇവിടെ സ്മോൾ n മാറ്റി ക്യാപിറ്റലിന് ഇടുകയും ചെയ്താൽ മതി ഫോർമുലയിൽ. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മാത്രം ഫോർമുല ഓർത്തിരുന്നാലും മതി. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേതുണ്ടാക്കാം. സിഗ്മ മോഡുലസ് XI - S bar ബൈ സ്മോൾ n. മറ്റേത് വരുമ്പോൾ സിഗ്മ FI × മോഡുലസ് XI - S bar ബൈ ക്യാപിറ്റൽ N. ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ചോദിക്കുമ്പോൾ ഇതേ ഫോർമുല തന്നെ ഈ S bar മാറി M വരുന്നു എന്ന് മാത്രം, മീഡിയം വരുന്നു. ഇത് അരിത്തമെറ്റിക് മീനാണല്ലോ, മീൻ തന്നെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ S bar. സിഗ്മ മോഡുലസ് XI - ക്യാപിറ്റൽ M ബൈ സ്മോൾ n. മറ്റേ സിഗ്മ FI × മോഡുലസ് XI - ക്യാപിറ്റൽ M ബൈ ക്യാപിറ്റൽ N. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ 9 ഫോർമുലയാണ് പഠിപ്പിച്ചത്. ഒത്തിരിയൊന്നുമില്ല, ഫോർമുല എഴുതിയെടുത്ത് പഠിക്കുക. വൈകിട്ട് ഫോർമുല ഞാൻ എഴുതിക്കും.